നമസ്കാരം. വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്ന ധന്യ 20 കോടി രൂപ തട്ടിയെടുത്ത സംഭവത്തിൽ നിരവധി ട്വിസ്റ്റുകൾ. ധന്യ മോഹൻ തട്ടിപ്പ് പണം ഉപയോഗിച്ച് ഓൺലൈൻ റമ്മി കളിച്ചുവെന്നാണ് പോലീസ് പുറത്തുവിടുന്ന വിവരം. ആർഭാടത്തിനും മറ്റുമായി തുക ചെലവഴിച്ചു. നിരന്തരം ഓൺലൈൻ റമ്മി കളിച്ചിരുന്ന യുവതി റമ്മിക്ക് അടിമയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. കോടികൾ ഉപയോഗിച്ചായിരുന്നു ഇവർ റമ്മി കളിച്ചത്. ധന്യയുടെ ഓൺലൈൻ റമ്മി വിവരങ്ങളാണ് തട്ടിപ്പിനെക്കുറിച്ച് പോലീസിനും വിവരം ലഭിക്കാൻ ഇടയാക്കിയത്. 2 കോടിയുടെ ഓൺലൈൻ റമ്മി ഇടപാട് വിവരങ്ങൾ ധന്യയോട് ഇൻകം ടാക്സ് തേടിയിട്ടുണ്ടെങ്കിലും വിവരങ്ങൾ ധന്യ കൈമാറിയിട്ടില്ല. തട്ടിപ്പ് പണം ഉപയോഗിച്ച് ഇവർ ചില റിയൽ എസ്റ്റേറ്റ് ഇടപാടും നടത്തിയിരുന്നു. 2 കൊല്ലത്തിനിടയിലാണ് ധന്യ വലപ്പാട് സ്ഥലം വാങ്ങിയത്. വലപ്പാട്ടെ വീടിന് മുന്നിലെ 5 സെന്റ് വാങ്ങിയെടുത്തെങ്കിലും ആധാരം നടത്തിയില്ല. തട്ടിപ്പ് തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു വിദേശത്തായിരുന്ന ധന്യയുടെ ഭർത്താവ് നാട്ടിലെത്തിയത്. ഇപ്പോൾ യുവതിയും ഭർത്താവും വീട്ടുകാരും മുങ്ങിയിരിക്കുകയാണ്. ഇവർക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടൻസി ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായിരുന്ന ധന്യ 19.94 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തിയത്. കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നാണ് AGM ധന്യ മോഹൻ പണം തട്ടിയത്. 18 വർഷം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് 5 വർഷം കൊണ്ടാണ് കൊല്ലം സ്വദേശിയായ ധന്യ മോഹൻ 19.94 കോടി തട്ടിയത്. സ്ഥാപനത്തിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജറായാണ് ധന്യ മോഹൻ ജോലി ചെയ്തിരുന്നത്. ഡിജിറ്റൽ ഇടപാടിലൂടെയാണ് ധന്യ 19.94 കോടി തട്ടിയെടുത്തതെന്ന് SP അറിയിച്ചു. പ്രതി വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട്. തട്ടിപ്പ് പണം ഉപയോഗിച്ച് വാങ്ങിയ വലപ്പാട്ടെ വീട് കണ്ടുകെട്ടാനുള്ള നടപടികളും ആരംഭിച്ചു. 7 അംഗ പ്രത്യേക സംഘം രൂപീകരിച്ചാണ് കേസ് അന്വേഷിക്കുന്നതെന്ന് SP പറഞ്ഞു. ധന്യ താമസിച്ചിരുന്ന തൃശൂരിലെ വീടും കൊല്ലത്തെ വീടും പൂട്ടിയിട്ട നിലയിലാണ്. ധന്യയും ബന്ധുക്കളും ഒളിവിലാണ്. ജൂലൈ 23-ന് സ്ഥാപനം ധന്യക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെയാണ് കാണാതായത്. വീടിന്റെ പൂട്ട് തകർത്ത് അകത്തുകയറി പോലീസ് പരിശോധന നടത്തി. ധന്യ 19.94 കോടി രൂപ സ്ഥാപനത്തിൽ നിന്ന് തട്ടിയെടുത്തെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. 2020 മെയ് മുതൽ സ്ഥാപനത്തിൽ നിന്നും വ്യാജ ലോണുകൾ ഉണ്ടാക്കി കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നും 5 അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. പിടിയിലാകും എന്ന ഘട്ടത്തിൽ യുവതി ശാരീരിക ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാണ് ഓഫീസിൽ നിന്ന് പോയത്. ഡിജിറ്റൽ ഇടപാടിലൂടെയാണ് 20 കോടി തട്ടിയെടുത്തത് റൂറൽ SP വ്യക്തമാക്കി. കൊല്ലം സ്വദേശിനിയാണ് ധന്യ. കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിച്ചെന്ന് SP വ്യക്തമാക്കി. ധന്യ മോഹന്റെ വലപ്പാട്ടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. മണപ്പുറത്ത് 18 വർഷത്തോളമായി അസിസ്റ്റന്റ് ജനറൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു ധന്യ. 20 കോടിയോളം രൂപയുമായി മുങ്ങിയിരിക്കുകയാണ്. പിടിയിലാകും എന്ന് മനസ്സിലായതോടെയാണ് ഇത്തരത്തിൽ മുങ്ങിയിരിക്കുന്നത്. ആരുടെയൊക്കെ സഹായം ഇതിന് പിറകിലുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. യുവതി ഒളിവിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ 18 വർഷത്തോളമായി തിരുപ്പഴഞ്ചേരി അമ്പലത്തിനടുത്തുള്ള വീട്ടിലാണ് താമസിച്ചു വന്നിരുന്നത്.